2020 വേൾഡ് കപ്പിലെ വാശിയേറിയ മത്സരത്തിൽ മലയാളിയായ സഞ്ജു വി സാംസന്റെ കരുത്തുറ്റ ഇന്നിംഗ്സിന്റെ പിൻബലത്തിൽ എതിരാളികളായ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ഇന്ത്യ സെമി ഫൈനൽ പ്രവേശിച്ചത് 150 കോടി ജനങ്ങൾക്കും ഇപ്പോൾ വലിയൊരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ 196 റൺസ് എന്ന ലക്ഷ്യത്തെ ചേസ് ചെയ്ത ഇന്ത്യക്കായി പൊരുതാനിറങ്ങിയ ബാറ്റിംഗിന്റെ മുൻനിരയ്ക്ക് തുടരെ പിഴച്ചപ്പോൾ ഒരറ്റത്ത് കരുത്തുറ്റ കോട്ട പോലെ നിലകൊള്ളുകയായിരുന്നു കേരളത്തിന്റെ അഭിമാനമായ സഞ്ജു. മൂന്നാമത്തെ ഓവറിൽ നിസാര റണ്ണിന് അഭിഷേക് ശർമ്മയും പിന്നാലെ ഇഷാൻ കിഷനും സൂര്യകുമാറും തിലക് വർമ്മയും ഹാർദിക്കും പുറത്തായപ്പോൾ കേവലം 50 പന്തുകളിൽ 4 സിക്സുകളും 12 ഫോറുകളും അടിച്ച് പുറത്താകാതെ നിന്നായിരുന്നു ഇന്ത്യയുടെ വിജയത്തിന് നിമിത്തമായ 97 റൺസ് എന്ന കൂറ്റൻ സ്കോർ സഞ്ജു പടുത്തുയർത്തിയത്. അവസാനം 8 റൺസുമായി പുറത്താകാതെ ശിവം ദുബൈ സഞ്ജുവിനെ ശക്തമായ പിന്തുണ നൽകി. ഈ മത്സര വിജയത്തോടെ ഇന്ത്യ ടൂർണമെന്റിന്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. കൊച്ചു കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്ററുടെ നീല കുപ്പായം അണിയുവാൻ ചുരുക്കം ചിലർക്ക് മാത്രമേ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ എങ്കിലും വിരലിലെണ്ണാവുന്നവരുടെ ആ ശ്രേണിയിൽ വലിയ പ്രതീക്ഷയായിരുന്നു സഞ്ജു. മികച്ച പ്രകടനങ്ങൾ കൊണ്ട് മുൻപ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ക്രിക്കറ്റിന്റെ അനിശ്ചിതത്തെ പരിഗണിക്കാതെ പലപ്പോഴും സഞ്ജുവിനെ മാറ്റി നിർത്തുകയായിരുന്നു. എന്നാൽ അവഗണിച്ചവരെയും മാറ്റി നിർത്തിയവരെയും കൊണ്ട് കൈയടിപ്പിക്കുന്ന തരത്തിലുള്ള അസാധ്യമായ പ്രകടനം കൊണ്ട് സഞ്ജു ഉയർത്തിപ്പിടിച്ചത് ഭാരത ജനതയുടെ അന്തസ്സും അഭിമാനവുമായിരുന്നു. തനിക്കിതൊന്നും സാധിക്കില്ലെന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ വിധിക്കപ്പെട്ട സമൂഹം വരെ വിധി എഴുതിയപ്പോൾ ഞാൻ എന്നെ തന്നെ സംശയിച്ചു പോയെന്നും എന്നാൽ ഇത്തരത്തിൽ ഒരു ദിവസത്തിനായിട്ടായിരുന്നു താൻ കാത്തിരുന്നതെന്നും വ്യക്തമാക്കുന്ന സഞ്ജു അതിന് തന്നെ പ്രാപ്തനാക്കിയത് തന്റെ സർവശക്തനായ കർത്താവാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ മുട്ടുകുത്തി കുരിശു വരച്ചു ക്രിസ്തുവിനെ മഹത്വം കൊടുത്തുകൊണ്ട് തന്റെ വിശ്വാസത്തിന്റെ സാക്ഷ്യം ഉറക്കെ പ്രഖ്യാപിച്ചത്. തുടർച്ചയായി മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം പുറത്താകുകയും പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയും ചെയ്തിടത്തുനിന്ന് നമ്മുടെ രാജ്യത്തെ വിജയത്തിലെത്തിച്ച കരുത്തുറ്റ ഇന്നിംഗ്സിന് ശേഷം ബാറ്റ് താഴെ വെച്ച് ഗ്രൗണ്ടിൽ മുട്ടുകുത്തി ആകാശത്തേക്ക് കണ്ണുകളുയർത്തി ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് കൈകൾ കൂപ്പി കുരിശു വരച്ച സഞ്ജുവിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. അവിടെ മാത്രമല്ല, മാൻ ഓഫ് ദി മാച്ച് അവാർഡ് വാങ്ങി ഡ്രസ്സിംഗ് റൂമിലെത്തിയ ശേഷവും പ്രാർത്ഥിക്കുന്ന സഞ്ജുവിന്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിനൊപ്പം കൂടിയ മാധ്യമങ്ങൾ തത്സമയം ലോകത്തിന് മുൻപിലേക്ക് എത്തിക്കുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോടിക്കണക്കിന് ആളുകളായിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടത്. മത്സരശേഷം ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റർക്കായി മുൻ ഇന്ത്യൻ താരം പാർത്ഥിവ് പട്ടേൽ നൽകിയ അഭിമുഖത്തിൽ സഞ്ജു പറഞ്ഞത് വളരെ സവിശേഷമായ നിമിഷമായിരുന്നു അതെന്നും താൻ വലിയൊരു ദൈവവിശ്വാസിയാണെന്നും എന്നാൽ അത് വളരെ സ്വകാര്യമായി സൂക്ഷിക്കുവാനാണ് താൻ ആഗ്രഹിച്ചതെന്നും എന്നാൽ തനിക്ക് വളരെ പ്രത്യേകതയുള്ള നിമിഷമായിരുന്നതിനാൽ അങ്ങനെ ചെയ്യാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്നായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ മുംബൈയിൽ നടന്ന 2020 വനിതാ വേൾഡ് കപ്പ് മത്സരത്തിന്റെ സെമി ഫൈനലിൽ വനിതാ ക്രിക്കറ്റിലെ കുലപതികളായ ഓസ്ട്രേലിയക്കാർക്കെതിരെ പരാജയം മുൻപിൽ കണ്ടയിടത്ത് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ച ജമീമ റോഡ്രിഗ്സിന്റെ പരസ്യമായ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയായിരുന്നു ഇതിനു മുൻപ് ലോകം സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തിയെ തിരിച്ചറിഞ്ഞത്. അന്നും നമ്മുടെ രാജ്യം പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക ഘനീഭവിച്ചു നിന്ന മത്സരത്തിൽ 134 പന്തുകൾ നേരിട്ടുകൊണ്ടായിരുന്നു 127 റൺസ് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിക്കൊണ്ട് ജമീമ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ചത്. മത്സരശേഷം മാച്ച് വിന്നറിന്റെ സമ്മാനം വാങ്ങുവാൻ വന്ന ജമീമ നിറഞ്ഞ സന്തോഷത്താൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ കേട്ട് ലോകം മുഴുവൻ ഒരു നിമിഷം അത്ഭുത പരതന്ത്രരായി നിന്നുപോയി. തന്റെ കർത്താവായ യേശുവിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ജമീമ കളിയുടെ തുടക്കത്തിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയായിരുന്നുവെന്നും എന്നാൽ അവസാനമായപ്പോഴേക്കും തനിക്ക് ഊർജ്ജം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും എന്നാൽ താൻ ക്ഷീണതയായപ്പോൾ പരിശുദ്ധ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലെ 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുമെന്ന് നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മാത്രം മതി എന്ന വചനം ഉരുവിട്ടുകൊണ്ട് താൻ ക്രീസിൽ നിന്നുവെന്നും കർത്താവാണ് തനിക്ക് വേണ്ടി പോരാടിയതെന്നുമായിരുന്നു. തൻ്റെ പിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ മൂലം ഏറെ കുറ്റപ്പെടുത്തലുകൾ നേരിട്ട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ രാജ്യത്തോടുള്ള തൻ്റെ കൂറ് പോലും ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു തൻ്റെ ദാസിയെ മാനിച്ച് രാജ്യത്തിനു വേണ്ടി കർത്താവ് അവളെ ഉയർത്തിയത്. ജമീമയുടെയും സഞ്ജുവിൻ്റെയും അനുഭവത്തിൻ്റെ ചൂടുള്ള വാക്കുകളെ അവഗണിക്കുവാൻ ലോകത്തിലാർക്കും കഴിയില്ല. തുറിച്ചു നോക്കുന്നവരുടെയും പരാജയം ആഗ്രഹിക്കുന്നവരുടെയും ശത്രുക്കളുടെയും മുൻപിൽ മേശയൊരുക്കുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം തന്നെയാണ് അത്. അതെ, അത് തന്നിൽ ആശ്രയിക്കുകയും തന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർക്ക് വേണ്ടി തീച്ചൂളയിലും സിംഹക്കുഴിയിലും ചെങ്കടലിലും മാത്രമല്ല പ്രതിസന്ധിയുടെ ഏത് മണ്ഡലത്തിലും ഈ ദൈവം ഇറങ്ങി വരും. അസാധ്യമെന്ന് തോന്നിയ ഒരു വിജയത്തെ നിശ്ചയദാർഢ്യത്തോടെ മുൻപിൽ നിന്ന് പൊരുതി രാജ്യത്തിനാകമാനം അഭിമാനമായി മാറിയ സഞ്ജു വി സാംസണും ടീം ഇന്ത്യക്കും അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ, ആശംസകൾ.